എന്നിട്ട് മുഖ്യമന്ത്രി എന്തൊരു കള്ളമാണ് പറയുന്നത്. എന്നിട്ട് പറയും ഞങ്ങൾ വേട്ടക്കാർക്കെതിരായി പോരാടുമെന്ന്. 4.5 കൊല്ലമായിട്ട് ഏത് വേട്ടക്കാരനെതിരായിട്ടാണ് ഈ മുഖ്യമന്ത്രി പോരാടിയത്? ഈ വേട്ടക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ചെയ്തത്, അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. വേണ്ടപ്പെട്ട ആളുകൾ, സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത്. CPM ഒരു പരിപാടിയുണ്ട്, CPM-ന്റെ ആരെങ്കിലും കുറിച്ച് പരാതി വന്നാൽ പാർട്ടി അന്വേഷിക്കുള്ളൂ. അതുപോലെ അല്ലല്ലോ ഇത്. കത്ത് പുറത്തു വരുമെന്ന് മുഖ്യമന്ത്രി ഒരിക്കലും വിചാരിച്ചില്ല. അതാണ് സംഭവം. ആ കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വിടരുന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നാണ്. എന്താ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം? ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ഇതൊരു പുതിയ വിവരമൊന്നുമല്ലല്ലോ. ഈ ലൈംഗിക ചൂഷണ കേസിലെ ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് നമുക്ക് എത്ര വർഷമായിട്ട് ഇവിടുത്തെ സാധാരണ ആളുകൾക്ക് വരെ അറിയാമല്ലോ. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരയുടെ പേര് ഒരിക്കലും വെളിപ്പെടുത്താറില്ല. ഇപ്പോൾ കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജിൽ സംഭവം ഉണ്ടായി, ആ ഇരയുടെ പേര് പുറത്തു വന്നോ? എന്തുകൊണ്ടാണ് ഇരകളെ നിർഭയ എന്ന് വിളിക്കുന്നത്? യഥാർത്ഥ പേര് വിവരങ്ങളൊന്നും അവരുടെ ബന്ധുക്കളുടെയും പേര് വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ്. അത് പുതിയ കാര്യമല്ല. അത് ഈ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാനുള്ള ഒരു തടസ്സമല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പോക്സോ നിയമപ്രകാരം വരെ കേസെടുക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ആ റിപ്പോർട്ട് വായിച്ചാൽ നമുക്കറിയാം. എന്താണ് പോക്സോ നിയമപ്രകാരം സെക്ഷൻ 21 പറയുന്നത്? എന്താണ്? പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു റിപ്പോർട്ട് or record a case. Any person who fails to report the commission of an offence under subsection 1 of section 19 or section 20, or who fails to record such offence under subsection 2 of section 19 shall be punished with imprisonment of either description which may extend to 6 months or with fine or with both. അതായത് ഇതറിയാവുന്ന ഒരാൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന്, പോക്സോ നിയമപ്രകാരം ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് അറിഞ്ഞ ഒരാൾ അത് മറച്ചു വയ്ക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. 4.5 കൊല്ലം മുമ്പ് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് അത് വായിച്ച മുഖ്യമന്ത്രിയും അന്നത്തെ സാംസ്കാരിക മന്ത്രിയും ഇന്നത്തെ സാംസ്കാരിക മന്ത്രിയും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് എന്ത് തടസ്സമാണുള്ളത്? ഇപ്പോൾ പറയും FIR എടുക്കാൻ പറ്റില്ല. FIR എടുക്കണമെന്നല്ലല്ലോ ആരും പറഞ്ഞത്. അന്വേഷണം നടത്തണ്ടേ? ഈ കൊടുത്തിരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ട് മാത്രമല്ല, ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ്, പെൻഡ്രൈവ്, വാട്സപ്പ് മെസ്സേജുകൾ, പെൻഡ്രൈവ് തുടങ്ങിയ തെളിവുകൾ അടക്കമുള്ള സാധനങ്ങൾ സർക്കാരിൻ്റെ കയ്യിൽ 4.5 വർഷമായിട്ടിരിക്കുകയാണ്. തെളിവുകൾ, ഇരകളുടെ മൊഴികൾ ഉൾപ്പെടെ, ലൈംഗിക ചൂഷണത്തിന് ഇരകളായ സ്ത്രീകളുടെ മൊഴി ഉള്ള പെൻഡ്രൈവ് വരെ സർക്കാരിൻ്റെ കയ്യിലിരുന്നിട്ട് അത് മറച്ചു വെച്ച് ഒരു അന്വേഷണം പോലും നടത്തിയില്ല. ഇവിടെ എന്നിട്ട് പറയാണ് ആരെങ്കിലും വന്ന് പരാതി നൽകിയാൽ അന്വേഷിക്കാം. ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാരവൻ ഡ്രൈവർ ഒരു നടിയുടെ മുറിയിൽ അതിക്രമിച്ച് കയറി ഇരുന്നിട്ട് അവർ പോലീസിന് പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിനെന്തിനാണ് ഇങ്ങനെ ഒരു ഒഫൻസ് നടന്നു, ഒഫൻസിൻ്റെ പരമ്പര നടന്നു എന്ന് വ്യക്തമായി, നടന്നതിൻ്റെ ഉള്ള തെളിവുകളുണ്ട്, മൊഴിയുണ്ട്, അതിൻ്റെ പുറത്ത് ഒരു അന്വേഷണം നടത്തി. ഞങ്ങളതാ പറഞ്ഞത്, ഒരു വനിതാ IPS, സീനിയർ ആയിട്ടുള്ള വനിതാ IPS ഉദ്യോഗസ്ഥരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അന്വേഷിച്ച് നടപടിയെടുത്താൽ മതി. പക്ഷെ അന്വേഷിക്കാൻ തയ്യാറല്ല. എന്നിട്ട് മുഖ്യമന്ത്രി എന്തൊരു കള്ളമാണ് പറയുന്നത്. എന്നിട്ട് പറയും ഞങ്ങൾ വേട്ടക്കാർക്കെതിരായി പോരാടുമെന്ന്. 4.5 കൊല്ലമായിട്ട് ഏത് വേട്ടക്കാരനെതിരായിട്ടാണ് ഈ മുഖ്യമന്ത്രി പോരാടിയത്? ഈ വേട്ടക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ചെയ്തത്, അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. വേണ്ടപ്പെട്ട ആളുകൾ, സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത്. CPM ഒരു പരിപാടിയുണ്ട്, CPM-ന്റെ ആരെങ്കിലും കുറിച്ച് പരാതി വന്നാൽ പാർട്ടി അന്വേഷിക്കുള്ളൂ. അതുപോലെ അല്ലല്ലോ ഇത്.